കൊൽക്കത്ത 2020-ൽ ഇംഗ്ലണ്ടിനെ തകർത്ത ഇന്ത്യ 7 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. KC ഉണ്ണികൃഷ്ണൻ, ആദ്യത്തെ മത്സരം തന്നെ, പരമ്പരയിലെ ആദ്യ മത്സരം തന്നെ ഇന്ത്യയുടെ പിള്ളേർ തൂക്കി അല്ലേ? വളരെ ആവേശകരമായ മത്സരം തന്നെയാണ് ഇന്ന് നടന്നത്. എന്തായാലും ആദ്യ മത്സരത്തിൽ ടോസ് നേടി ഇന്ത്യ ഇംഗ്ലണ്ടിനെ ആദ്യം ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. നിശ്ചിത ഓവറിൽ അവർ വലിയ ഒരു തുടക്കം മികച്ചതാണെങ്കിൽ പോലും പിന്നീട് ഇംഗ്ലണ്ട് നിര തകരുന്ന രീതിയിലേക്ക് എത്തിയെന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം. ഇംഗ്ലണ്ട് നിരയിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തത് നായകൻ ജോസ് ബട്ട്ലറിന് മാത്രമാണ് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. എന്തായാലും നിശ്ചിത ഓവറിൽ അവർ 132 റൺസിന് എല്ലാവരും പുറത്താവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ 133 റൺസായിരുന്നു ഇന്ത്യയുടെ വിജയലക്ഷ്യം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ മികച്ച രീതിയിൽ തന്നെ ഒരു തുടക്കം നൽകാൻ ഓപ്പണർ മലയാളി താരം സഞ്ജു സാംസണ് കഴിഞ്ഞു എന്നതും എടുത്തു പറയുന്ന കാര്യമാണ്. സഞ്ജു സാംസൺ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. മികച്ച തുടക്കം സഞ്ജു സാംസൺ നൽകുകയുണ്ടായി. എന്തായാലും സാംസണ് പിന്നാലെ അഭിഷേക് ശർമ്മയും വലിയ ഒരു മുന്നേറ്റമാണ് ഇന്ത്യക്കായി കാഴ്ചവെച്ചത്. അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള ബാറ്റ് ചെയ്യാനായി അഭിഷേക് ശർമ്മയ്ക്ക് കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയുന്ന കാര്യം. ആ രീതിയിൽ ഒരു മികച്ച ഒരു ഓപ്പണിംഗ് സഖ്യത്തിന് തന്നെ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യയെ ജയത്തിലേക്ക് നയിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും സഞ്ജു സാംസൺ 26 റൺസാണ് നേടിയത്. 4 4 ഒരു 6 ഉൾപ്പെടെ 24 റൺസ് നേടി. അഭിഷേക് ശർമ്മ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച് 79 റൺസാണ് 34 ബോളിൽ നേടിയത്. 5 4-ഉം അതോടൊപ്പം തന്നെ 8 6-ഉം അദ്ദേഹത്തിൻ്റെ ആ പ്രകടനത്തിൽ ഉൾപ്പെടുന്നു. ആ രീതിയിൽ മികച്ച പ്രകടനമാണ് തിലക് വർമ്മയും ഇന്ത്യയുടെ വിജയത്തിൽ അവസാന ഘട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 19 റൺസ് തിലക് വർമ്മ എടുത്തു. അതായത് ഈ രീതിയിൽ മികച്ച ഒരു പ്രകടനം തുടക്കം സഞ്ജു സാംസൺ നൽകി. പിന്നീട് അഭിഷേക് ശർമ്മ ആ പ്രകടനം അല്ലെങ്കിൽ ആ ഫോം ഏറ്റെടുത്തു എന്നതാണ് പറഞ്ഞ കാര്യം. ആ ആവേശം കളിയിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും 12.5 ഓവർ 12ാമത്തെ ഓവറിൽ 13ാമത്തെ ഓവറിൽ ഇന്ത്യക്ക് ഈ വിജയലക്ഷ്യം മറികടക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറെ പ്രധാനമായും പറയേണ്ട കാര്യം. വലിയ ഒരു റൺ റേറ്റ് ഉണ്ടായിരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇംഗ്ലണ്ട് ഉയർത്തിയത് ഒരു വലിയൊരു റൺസ് അല്ല എങ്കിൽ പോലും വളരെ വേഗം സ്കോർ ചെയ്യാനായിട്ട് ഇന്ത്യൻ നിരയ്ക്ക് കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇംഗ്ലണ്ട് നിരയെ ബാറ്റിംഗ് നിരയെ തകർക്കുന്നതിൽ വരുൺ ചക്രവർത്തി അടക്കം താരങ്ങൾ കൃത്യമായി ബൗൾ ചെയ്തു. വരുൺ ചക്രവർത്തി 3 വിക്കറ്റ് നേടുകയുണ്ടായി. ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ 2 വിക്കറ്റും നേടി. എന്തായാലും 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ ഇപ്പോൾ 1-0 മുന്നിലാണ്. എന്തായാലും വളരെ മികച്ച ഒരു തുടക്കം ഈ പരമ്പരയിൽ ഇന്ത്യക്ക് ലഭിച്ചു എന്നതാണ് കാണാൻ കഴിഞ്ഞത്. അതിൽ സഞ്ജു സാംസണ് മികച്ചൊരു തുടക്കം ഈ പരമ്പരയിൽ ജയത്തിൽ നിർണായകമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി നേടാൻ കഴിഞ്ഞു. എന്തായാലും മികച്ചൊരു രീതിയിൽ ഇന്ത്യ ബാറ്റ് ചെയ്തു എന്നതാണ് ഈ മത്സരത്തിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. കാളിദാസ്, തീർച്ചയായും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം നേടാനായില്ലെങ്കിലും പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജു സാംസണ് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. 132 റൺസിൽ ഇംഗ്ലണ്ടിനെ തളയ്ക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതിവേഗം തന്നെ 133 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് എത്താൻ തന്നെ ഇന്ത്യൻ കളിക്കാർക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതും ഏറെ സന്തോഷകരമായ കാര്യമാണ്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.